അപ്പുറത്തെ ഗ്രൗണ്ടിൽ ഇപ്പൊ എന്തൊക്കെയാ നടക്കുന്നത്? പേരൻസിന്റെ ഹൈ ജമ്പ് 12 പേരൻസാ അതിൽ പങ്കെടുത്തിരിക്കുന്നത്. അതിനപ്പുറത്ത് ഫുട്ബോൾ മത്സരം. അത് പേരൻസും കുട്ടികളും മിക്സഡ് ആക്കിയാണ് ഇട്ടിരിക്കുന്നത്. 2 മത്സരം കഴിഞ്ഞോ? പെനാൽറ്റിയിലാണ് ഒരെണ്ണം പോയത്. ഇവിടെ ഇപ്പൊ ഇനി എന്താ നടക്കാൻ പോകുന്നത്? പേരൻസിന്റെയും കുട്ടികളുടെയും ഓട്ട മത്സരം. എന്നാ പിന്നെ ഇനി വൈകിക്കണ്ട, വിദ്യാർത്ഥികളുടെ പേര് വിളിച്ച് നിർത്തിക്കൂ. അതെ, ഈ ഓട്ട മത്സരമൊക്കെ വേണോ? കുട്ടികളെ എടുത്തോണ്ടാ ഓടേണ്ടത്. എന്ത് പറയാനാ, ഇതാ സദാശിവൻ സാറിന്റെ ഒറ്റ നിർബന്ധമാ. കുട്ടികളെ എടുത്തോണ്ടൊക്കെ. കുട്ടികളെ എടുത്തോണ്ടാ ഓടേണ്ടെന്ന് പറഞ്ഞപ്പം പല പേരൻസും പിൻവാങ്ങി. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും കഷ്ടപ്പെടാൻ ഒരു പേരൻസിനെ കിട്ടത്തില്ലെന്നേ. അതെ, എന്തായാലും മത്സരം നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. പങ്കെടുക്കുന്ന പേരൻസ് എത്ര ഉണ്ടെന്ന് നോക്കണ്ട, മത്സരം നടത്താം. എന്താ? എന്നാ പിന്നെ കുട്ടികളെ വിളിച്ച് നിർത്തിക്കൂ. ശരി. യുവർ അറ്റൻഷൻ പ്ലീസ്. ഇനി നടക്കാൻ പോകുന്ന ഒരു മത്സരം ഈ ഫാദേഴ്സ് ഡേയുടെ ഏറ്റവും വ്യത്യസ്തമായ ഒരു മത്സരമാണ്. എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മത്സരവും ഇത് തന്നെയാണ്. ഞാനിവിടെ പേര് വിളിക്കുന്നവർ തയ്യാറായി നിൽക്കുക. പത്മിനി, സത്യ, രമേശ്, ആരാധ്യ, ദേവൻ. ഇത് അച്ഛന്മാര് പങ്കെടുക്കുന്ന മത്സര, അല്ലാതെ അമ്മമാര് പങ്കെടുക്കുന്നതല്ല. ഇത് ഫാദേഴ്സ് ഡേ മത്സര, അല്ലാതെ മദേഴ്സ് ഡേ മത്സരമല്ല. നീ നിന്റെ പണി നോക്കടാ. സത്യ, നീ അതൊന്നും ശ്രദ്ധിക്കണ്ട. ഇവളുടെ കൂടെ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അല്ല, എല്ലാത്തിനും അമ്മയാ വരുന്നത്, അതുകൊണ്ടാ ചോദിച്ചത്. രാമേട്ടാ, പറഞ്ഞ സമയത്തൊന്നും സ്കൂളിൽ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലോ. പറ്റുമെന്ന് തോന്നുന്നില്ല മേഡം, എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം. നമുക്ക് എത്തണം, ഇല്ലെങ്കിൽ സത്യം ആകെ വിഷമിക്കും. ശരി മോളെ.